എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക്, 2 ഏലക്ക, പിന്നെ 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, പിന്നെ ഒരു 5-6 കാഷ്യൂനട്ട് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാഷ്യൂനട്ട് നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുമെന്ന് മാത്രം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണയിലൊന്നുമല്ല, ജസ്റ്റ് വെറുതെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് നമുക്കിതെല്ലാം കൂടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇനി തീ ഓഫ് ചെയ്യാണ്. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് കൂടാതെ നമ്മുടെ കറിയിലേക്കായിട്ട് ഞാനിവിടെ ഒരു 2 സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ സവാളയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒറ്റൊരെണ്ണം മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഞാൻ അടുപ്പത്തൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് നന്നായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ അതുവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. പൊടികളായിട്ട് ഇത്രയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ ഒരു റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടൊമാറ്റോയുടെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പ്യൂരി ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം ടൊമാറ്റോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ടൊമാറ്റോ നമ്മൾ വേവിച്ചെടുത്തതുകൊണ്ട് തന്നെ അതിന് ഒരു റോ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഇതിപ്പം തലേദിവസം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് കടലയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയും അതുപോലെ കടലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് വേണം നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 7 വിസിൽ മുതൽ 8 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ചും അതുപോലെ നമ്മൾ എടുക്കുന്ന കടലയ്ക്കൊക്കെ അനുസരിച്ച് വേവുന്നതിൽ വ്യത്യാസം വരും. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കടലയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചാറൊക്കെ നന്നായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് കടുകും കൂടെ താളിച്ചിടാം. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് നടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കറിയിൽ പച്ചമുളക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ ഇത് നേരെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.